ربي أعني ولا تعن علي وانصرني ولا تنصر علي وامكر لي ولا تمكر علي واهدني ويسر الهدى إلي وانصرني على من بغى علي رب اجعلني لك شاكرا لك ذاكرا لك راهبا لك مطواعا إليك مخبتا أواها منيبا رب تقبل توبتي واغسل حوبتي وأجب دعوتي وثبت حجتي واهد قلبي وسدد لساني واسلل سخيمة قلبي ربي عند ربي أعني أنني സഹായിക്കണം എന്നെ നീ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒന്നാമത്തെ ഉദ്ദേശം ദുആയിൽ എപ്പോഴും നമ്മളത് മനസ്സിൽ വെക്കണം. ഒന്നാമത്തെ ഉദ്ദേശം ആഖിറത്താണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ അല്ലാഹു എന്നെ സഹായിക്കണം. രണ്ടാമത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. വലാ തുഇൻ അലയ്യ, അല്ലാഹുവേ എനിക്കെതിരെ നീ സഹായിക്കരുത്. വലാ തുഇൻ അലയ്യ എന്ന പ്രാർത്ഥന ഒരു വാലിമായ ഒരുത്തൻ പ്രാർത്ഥിച്ചാലും, ഒരുത്തനൊരു ഉപദ്രവം ചെയ്യണം ആൾക്കാരോട്, എന്നിട്ട് അല്ലാഹു നീ എനിക്കെതിരെ ഒരാളെ സഹായിക്കരുത് എന്ന് പറഞ്ഞാലോ അവൻ പ്രാർത്ഥനയിൽ കടുത്ത അപരാധം കാണിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് തിന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. മാത്രമല്ല അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ അല്ലാഹുമ്മ അഇന്നി എന്ന് പറയുമ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത് ഒരു മുഖ്ലിസായ ഒരു ആദിലായ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. നീതിമാനായ ഇഖ്ലാസുള്ള ആൾക്ക് അല്ലാഹുമ്മ അഇന്നി, അല്ലാഹു നീ എന്നെ സഹായിക്കണം. വലാ തുഇൻ അലയ്യ, നീ എനിക്കെതിരെ സഹായിക്കരുത്. വലാ തുഇൻ അലയ്യ, നീ എനിക്കെതിരെ സഹായിക്കരുത്. വൻസുർനി, നീ എന്നെ സഹായിക്കണം. നസ്റും ഔനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഔൻ എന്ന് പറഞ്ഞ സഹായം, നസ്ർ എന്ന് പറഞ്ഞാൽ വിജയം, വിജയത്തോടു കൂടി ഉണ്ടാകുന്ന സഹായം. വൻസുർനി, അല്ലാഹു നീ എന്നെ വിജയിക്കാൻ സഹായിക്കണം. വലാ തൻസുർ അലയ്യ, നീ എന്റെ മേൽ മറ്റുള്ളവരെ വിജയിപ്പിക്കരുത്. ഇതൊക്കെ എവിടെയാണ്? ദീനിന്റെ കാര്യത്തിലാണ്. അതോടൊപ്പം ദുനിയാവിൽ അനുവദനീയമായ കാര്യങ്ങളിലാണ്. വംകുർലി, അല്ലാഹു നീ എനിക്ക് വേണ്ടി തന്ത്രം മെനയണം. വലാ തംകുർ അലയ്യ, നീ എനിക്കെതിരെ തന്ത്രം മെനയരുത്. അല്ലാഹു തന്ത്രം മെനയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ശത്രുക്കളായ ആളുകൾ, അവനെ ധിക്കരിക്കുന്ന ആളുകൾ, അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അവരെ പ്രയാസത്തിലേക്ക് കൂടുതൽ പ്രയാസത്തിൽ നിന്ന് കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രം. അവർക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവൻ വിചാരിക്കും വിജയിക്കണം, അവസാനത്തുള്ള മനസ്സിലാവുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മക്ർ. അത് അല്ലാഹു ആരോട് മാത്രമേ ചെയ്യുള്ളൂ? അല്ലാഹുവിനെ ധിക്കരിച്ച ആളുകളോട് മാത്രം. വംകുർലി, അല്ലാഹു നീ എനിക്ക് വേണ്ടി തന്ത്രം മെനയണമെന്ന് പറഞ്ഞാൽ എന്റെ ശത്രുക്കളെ നീ അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അവർക്കെതിരെ തന്ത്രം മെനയണം. വലാ തംകുർ അലൈ, നീ എന്നെ ആ അവസ്ഥയിലാക്കരുത്. അള്ളാഹുവിന്റെ മക്രിൽ പെട്ടതാണ് ഒരാൾക്ക് നിഅമത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, അയാൾ അള്ളാഹിനെ ധിക്കരിക്കുകയും ചെയ്യാം. അത് അള്ളാഹുവിന്റെ തന്ത്രത്തിൽ പെട്ടതാണ്. എന്താ സംഭവിക്കുക? അയാൾക്ക് നിഅമത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, അയാൾ അള്ളാഹിനെ ധിക്കരിക്കുകയും ചെയ്യാം. അത് അള്ളാഹുവിന്റെ ഇസ്തിദ്റാജാൻ, മക്റാൻ. അള്ളാഹ് നിന്നെ പിടിക്കാൻ ഉദ്ദേശിക്കാൻ, കൂടുതൽ കുരുക്കിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കാൻ. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ കൊളുത്തിട്ട് കഴിഞ്ഞാൽ മീൻ കൊളുത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുകൊടുക്കും, എന്നിട്ട് ഒറ്റപ്പിടുത്തം പിടിക്കും, ഒന്നാകെ കൊത്തിക്കഴിഞ്ഞാൽ. ആ അർത്ഥമാണ് ഇസ്തിദ്റാജിന്റെ അർത്ഥം. അത് മനുഷ്യന്മാരുടെ അർത്ഥത്തിൽ പറയുമ്പോൾ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞ അർത്ഥം, അതിന്റെ അർത്ഥം അതാണ്. കാരണം ഇങ്ങനെ വിട്ടുകൊടുത്ത് ഒരു ഒറ്റ പിടുത്തം പിടിക്കുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം. അള്ളാഹുവിന്റെ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അവൻ നന്മകളിൽ ഇങ്ങനെ അയച്ചുവിടും, എന്നിട്ട് അവസാനം ഒരൊറ്റ പിടുത്തം പിടിക്കും, അവന് തൗബക്ക് പോലും അവസരം കൊടുക്കാതെ. അപ്പൊ ഇതാണ് വലാ തംകുർ അലൈ, അല്ലാഹു നീ ആ അവസ്ഥയിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നത്. വഹ്ദിനി വയസ്സിരിൽ ഹുദാലി, വഹ്ദിനി, അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകണം. ഹിദായത്ത് എനിക്ക് എളുപ്പമുള്ളതാക്കണം, പ്രയാസം ഉണ്ടാക്കരുത്. ചില ആൾക്കാർക്ക് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, ആ പ്രയാസം എനിക്കുണ്ടാക്കരുത്. വൻസുർനി അലാ മൻ ബഗ അലൈ, എന്നോട് അതിക്രമം കാണിച്ചവർക്ക് എതിരെ നീ എന്നെ സഹായിക്കണം. റബ്ബി ജഅൽനി ലക ഷാകിറ, അല്ലാഹുവേ നീ എന്നെ
നിനക്ക് നന്ദിയുള്ളവനാക്കി മാറ്റണം, നിന്നോട് നന്ദി കാണിക്കുന്നവനാക്കണം. ലക ദാകിറ, നിനക്ക് ദിക്ർ ചൊല്ലുന്നവനാക്കണം. ലക റാഹിബ, നിന്നെ പേടിക്കുന്നവനാക്കണം. ലക മിത്വാഅ, മിത്വാഅ എന്ന് പറഞ്ഞാൽ ധാരാളമായി നിന്നെ അനുസരിക്കുന്നവനാക്കണം, എപ്പോഴും നിന്നെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇബ്രാഹിം നബിനെ പോലെ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ നമ്മുടെ റസൂലിനെ പോലെ, മറ്റേത് നബിമാരെയും പോലെ, സഹാബിമാരെ പോലെ. ലക മിത്വാഅ വഇലൈക മുഖ്ബിത, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുഖ്ബിത്ത് ആയിരിക്കണം. മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഖുശൂ ഉള്ളവനാണ്. ആ ഖുശൂഇൽ ഇഖ്ലാസ് ഉള്ളവൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഖുശൂ ഉള്ളവനാണ് മുഖ്ബിത്ത് എന്ന് പറയാം. അതാണ് ലക മുഖ്ബിത എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ അള്ളാഹിനെ പേടിക്കാം. അവ്വാഹൻ മുനീബ, അവ്വാഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ധാരാളമായി പ്രാർത്ഥിക്കുന്നവൻ. വേറൊരർത്ഥം അവ്വാഹൻ എന്ന് പറഞ്ഞാൽ കസീറുൽ ബുക, ധാരാളമായി കരയുന്നവൻ, അള്ളാഹുവിന്റെ ശിക്ഷ ആലോചിച്ച് കരയുക. അവ്വാഹ, അതാണ് അവ്വാഹ്. അവ്വാഹൻ മുനീബ, മുനീബ് എന്നത് ഇനാബത്ത് എന്നതിൽ, ഇനാബത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, തൗബയും അതോടൊപ്പം അള്ളാഹുവിന്റെ ഇബാദത്തും. റബ്ബി തഖബ്ബൽ തൗബതി, അല്ലാഹു എൻ്റെ തൗബ നീ സ്വീകരിക്കണം. വഗ്സിൽ ഹൗബതി, ഹൗബത്ത് എന്ന് പറഞ്ഞാൽ തിന്മയാണ്, ദംബ് മഅസിയ. വഗ്സിൽ ഹൗബതി, അല്ലാഹുവേ എൻ്റെ തിന്മ നീ കഴുകിക്കളയണം. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് തിന്മ കഴുകുക എന്നുള്ളത്. വഅജിബ് ദഅവതി, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം. വസബ്ബിത് ഹുജ്ജതി, എൻ്റെ തെളിവുകൾ നീ സ്ഥൈര്യമുള്ളതാക്കണം, ഉറപ്പുള്ളതാക്കണം. സബ്ബിത് ഹുജ്ജത്തി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഹുജ്ജത്തുകൾ ഉറക്കണം. എങ്ങനെ ദുനിയാവിൽ ഹുജ്ജത്ത് ഉറക്കുക? ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ തെളിവുകളുമായി നിൽക്കാൻ സാധിക്കണം. അത് അള്ളാന്റെ ഔനാണ്, അള്ളാന്റെ സഹായമാണ്. കഴിഞ്ഞോ? ഇല്ല. ഖബറിൽ മലക്കുകൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണം. ഇല്ല. കഴിഞ്ഞോ? ഇല്ല. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അവന്റെ വിചാരണ എളുപ്പമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ വസബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി, എൻ്റെ ഹൃദയത്തെ അല്ലാഹുവേ നീ ഹിദായത്തിലാക്കണം. വസദ്ദിദ് ലിസാനി, എൻ്റെ നാവിനെ അല്ലാഹുവേ നീ നേരെയാക്കണം. നമ്മൾ എല്ലാ ഖുത്ബകളിലും കേൾക്കാറുണ്ട് അല്ലേ? തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വാക്ക് പറയുക. സദ്ദിദ് ലിസാനി എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിനെ നേരെയാക്കുക. നാവ് ഒരാൾ നേരായി കഴിഞ്ഞാൽ കുറെ അയാൾ ശരിയായി അല്ലേ? നാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാദാ ഔറദനി അൽ മവാരിദ്, ഇതാണ് എന്നെ എത്തിച്ചിടത്തെല്ലാം എത്തിച്ചത്. എന്നാൽ ഞാൻ പ്രയാസം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, അതിലൊക്കെ എന്നെ എത്തിച്ചത് എന്താണ്? ഈ നാവാണ്. നാവ് ഒരാളുടെ അള്ളാഹു നേരെയാക്കിയാൽ, അതായത് അള്ളാഹു ഹക്ക് പറയാൻ സഹായിക്കുക, സത്യം പറയാൻ സഹായിക്കുക. ലിസാൻ, നാവ് സത്യം ഉണ്ടായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അലൈക്കും ബിസ്സുദ്ഖി, നിങ്ങൾ സത്യം പറയണം. ഫഇന്ന അസ്സുദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യം പറയുക എന്നത് നന്മയിലേക്ക് നയിക്കും. എന്നിട്ടോ സത്യം അവൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആർക്ക് ശേഷമുള്ള പദവിയാ? നബിമാർക്ക് ശേഷമുള്ള പദവിയാണ്. നാവിന്റെ സുദ്ഖിൽ നിന്ന്, നാവിൽ സത്യം മാത്രം പറയുക എന്നുള്ളത് ഒരാളുടെ ഹിദായത്തിന്റെ തുടക്കാണ്. നാവ് സത്യം മാത്രം പറയാൻ ഉപയോഗിക്കുക എന്നുള്ളത് അയാളുടെ ഹിദായത്തിന്റെ തുടക്കാണ്. അയാൾ സുദ്ദീഖ് എന്ന പദവിയിലേക്ക് എത്താൻ അയാളെ സഹായിക്കുന്ന കാര്യമാണത്. വസദ്ദിദ് ലിസാനി വസ്ലുൽ സഖീമത ഖൽബി, വസ്ലുൽ നീ നീക്കണമേ, സഖീമത ഖൽബി എന്റെ ഖൽബിന്റെ സഖീമ. സഖീമ എന്ന് പറഞ്ഞാൽ അസൂയ, വൃത്തികെട്ട ചിന്തകൾ, ഇതൊക്കെ സഖീമത്താൻ, ഇതൊക്കെ സഖീമത്താൻ.